ഹായ് ഓൾ, ഇറ്റ്സ് മീ വൈശാ വിജയ് ഫ്രം മണി ഹാക്കർ. നമ്മൾ ഇൻട്രാഡേയിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വളരെ അപൂർവമായിട്ട് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രശ്നത്തെ പറ്റി അതിനെപ്പറ്റി നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. അതായത് നമുക്ക് ചില സമയത്ത് മാർക്കറ്റിൽ നോക്കിയാൽ കാണാം, ചില ഷെയർസ് എടുത്ത് നോക്കി ചില സമയത്ത് ബയ്യേഴ്സ് ഉണ്ടാവില്ല, ചില സമയത്ത് സെല്ലേഴ്സ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള അതുമൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഇന്ന് ഏതെങ്കിലും ഒരു ഷെയർ ഷോർട്ട് സെല്ല് ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഇൻട്രാഡേ ട്രേഡ് ചെയ്ത അതുകൊണ്ട് അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ സെല്ല് ചെയ്ത ഷെയർ നമുക്ക് അന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തിരിച്ച് മേടിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ആ പൊസിഷൻ ക്ലിയർ ആവുള്ളൂ. എന്നാൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയമായി, അപ്പോൾ ആ ടൈമിൽ നിങ്ങൾക്ക് ആ ഷെയർ മേടിക്കണം. പക്ഷേ ആ സമയത്ത് ആ ഷെയർ സെല്ല് അല്ലെങ്കിൽ വേറൊരാൾ ആ ഷെയർ സെല്ല് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഒരു സെല്ലേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഷെയർ മേടിച്ചിട്ട് നിങ്ങളുടെ പൊസിഷൻ ഒരു ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ശേഷം മാർക്കറ്റ് ഇതായതിനു ശേഷം ക്ലോസ് ചെയ്തതിനു ശേഷം നിങ്ങൾ സെല്ല് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ അക്കൗണ്ട് ബ്രോക്കേഴ്സ് അവർ ഈ ആഫ്റ്റർ മാർക്കറ്റിന് ശേഷം ഒരു ഓപ്ഷൻ നടത്തിയിട്ട് ആയിരിക്കും നമ്മുടെ ആ പൊസിഷൻ ക്ലിയർ ചെയ്യുക. അതായത് ചിലപ്പോൾ 100 രൂപക്ക് മേടിച്ച ഷെയർ സെല്ല് ചെയ്ത ഷോർട്ട് സെൽ ചെയ്ത ഷെയർ ആയിരിക്കും അത് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരുന്നത്. ചിലപ്പോൾ ഓപ്ഷൻ നടത്തി ചിലപ്പോൾ 120 130 രൂപ ആയിരിക്കും. അതായത് അത്രയും വലിയൊരു ഡിഫറൻസിലായിരിക്കാം ചില സമയത്ത് അവർ ഓപ്ഷനിൽ നടത്തിയിട്ട് വിൽക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നമുക്ക് വലിയൊരു നഷ്ടം തന്നെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോ വോളിയം ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ബയ്യേഴ്സിലൊക്കെ കുറവുള്ള ഷെയർസ് മാക്സിമം ഒഴിവാക്കിയിട്ട് ഇൻട്രാഡേ ചെയ്യാൻ ശ്രമിക്കുക.